ചില ആളുകൾ റൂമിൽ കയറുമ്പോൾ ആരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു അട്രാക്ഷൻ ഉണ്ടാവും. അവർ ഷൗട്ട് ചെയ്യില്ല, അറ്റൻഷൻ തേടുന്ന പോലെ ബിഹേവ് ചെയ്യില്ല, പക്ഷേ സംഹൗ എല്ലാവരും അവർ നോട്ടീസ് ചെയ്യും. അതാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു സോഫ്റ്റ് ഔറ ഉണ്ടാവും. നല്ല കാമായിട്ടുള്ളൊരു മുഖം, അട്രാക്റ്റീവായിട്ടുള്ള നല്ല തിളങ്ങുന്ന കണ്ണുകൾ, സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രസൻസ്. പക്ഷെ ഉള്ളിൽ എമോഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. ഇവർക്ക് പ്രണയം, കംഫേർട്ട്, സൗന്ദര്യം, ലക്ഷറി ഇതൊക്കെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? അറ്റാച്ച്മെൻറ്റ്. രോഹിണി നക്ഷത്രക്കാരെ ഒരാളെ സ്നേഹിച്ചാൽ മനസ്സ് മൊത്തം അവിടേക്ക് പോകും. പുറത്ത് കാമായി അഭിനയിക്കും, പക്ഷെ ഉള്ളിൽ ഓവർ തിങ്കിങ് നന്നായി നടക്കും. ഇവർക്ക് ഒറ്റപ്പെടൽ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷെ വേദന തുറന്നു പറയാനും ബുദ്ധിമുട്ടാണ്. പലർക്കും രോഹിണി നക്ഷത്രക്കാർ ലക്കിയാണെന്ന് തോന്നും. അതായത് ആകർഷണം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പൈസ കൊണ്ടും സോഷ്യലി അറ്റൻഷൻ കൊണ്ടും. പക്ഷെ ഇതെല്ലാം നാച്ചുറലി നിങ്ങൾക്ക് വരും. പക്ഷെ നിങ്ങളുടെ ഹിഡൻ സൈഡ് വളരെ ഡേഞ്ചറാണ്. ജലസി കൂടുതലായിരിക്കും, പക്ഷെ അത് സൈലൻ്റ് ആയിട്ട് ക്യാരി ചെയ്യും. പൊസസീവ്നെസ്സും ഉണ്ടാകും. ഇഗ്നോർ ചെയ്ത് ആരെങ്കിലും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് മാനസികമായിട്ട് വളരെ എഫക്റ്റ് ആവും. നിങ്ങൾക്ക് വാലിഡേഷൻ സ്വകാര്യമായിട്ട് വേണം. ആളുകൾ നിങ്ങളെ പുകഴ്ത്തുക തന്നെ ചെയ്യണം. നല്ല സ്പെഷ്യലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. മെയ് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് ഇമോഷണലി കൺഫ്യൂസിങ് ആയിരുന്നു. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. റീപ്ലേ ഡിലേ പെയിൻ എന്തായാലും ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കരിയറിലും എന്തോ ഒരു നിലനിൽപ്പിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പുറത്ത് ചിരി ഉണ്ടായിരുന്നെങ്കിലും അതേസമയം മനസ്സ് അത്ര കാമായിരുന്നില്ല. ചിലർക്ക് പഴയ ഒരാളെ ഓർമ്മ വന്നിരിക്കാം, ചിലർക്ക് എന്നെ ഒഴിവാക്കുന്നു എന്നൊരു ഫീലിങ്സ് വന്നിട്ടുണ്ടാവും. പക്ഷെ ജൂൺ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് അട്രാക്ഷൻ പീക്കിൽ എത്തുന്നൊരു മാസമാണ്. കരിയറിൽ ചെറിയൊരു വളർച്ച ഉണ്ടാവും ജൂൺ മാസത്തിൽ. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഫീൽഡിലാണെങ്കിൽ, മീഡിയയിലാണെങ്കിൽ, ബ്യൂട്ടി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും അതിനെല്ലാം ഒരു ഭാഗ്യം ആക്ടിവേറ്റ് ആവും. പക്ഷെ ലേസിനെസ് അല്ലെങ്കിൽ കംഫർട്ട് സോൺ കാരണം ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓഫീസിലുള്ള ജലസി നന്നായിട്ട് കൂടി വരും. കാരണം ചില ആളുകൾ നിങ്ങളുടെ വളർച്ച വളരെ സൈലൻ്റായിട്ട് നിരീക്ഷിക്കും. റിലേഷൻഷിപ്പ് സൈഡാണ് മോസ്റ്റ് ഇൻറ്റൻസ് ആയിട്ടുള്ളത്. പഴയ വ്യക്തി തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ പുതിയൊരാളുടെ അടുത്ത് ഉണ്ടാവുകയും ചെയ്യും. ഈ വൈകി കല്യാണം നടക്കണ സംസാരമൊക്കെ ഒന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. സിംഗിളായവർക്ക് ഒരു വിചാരിക്കാത്ത ഒരു അട്രാക്ഷനും വരാം. കമ്മിറ്റഡ് ആയവർക്ക് പൊസസീവ്നെസ്, ഓവറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, മൂഡ് സ്വിങ്സ്. ഇപ്പോൾ ഒരു റീപ്ലേ ലേറ്റ് ആയാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു 1000 കഥകൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൂട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിലും അതിൽ കുറച്ച് വളർച്ച ചാൻസ് ഉണ്ട്. ലക്ഷറി ആയാലും സോഷ്യൽ മീഡിയ ആയാലും ക്രിയേറ്റീവായിട്ടുള്ള ഒരു വർക്കായാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ഇതിലെല്ലാത്തിനും ഒരു ഗെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇമോഷണലി സ്പെൻഡ് ചെയ്യുന്നത് വളരെ അപകടകരമാണ്. മെയിനായിട്ട് ഷോപ്പിംഗ്, അതുപോലെ ഹോട്ടൽ ഭക്ഷണം, ട്രാവല്, ആർഭാടപരമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ കാരണം നിങ്ങൾ ചിലപ്പോൾ പൈസയെല്ലാം തുലയ്ക്കും. അതുകൊണ്ട് സാമ്പത്തികം വരും, പക്ഷെ കംഫർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ അതെല്ലാം കളയുകയും ചെയ്യും. ജൂൺ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സിലൊരു വലിയ യുദ്ധം തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഒരു സൈഡിൽ സമാധാനം വേണമെന്ന് തോന്നും, വേറൊരു സൈഡിൽ നിങ്ങൾക്ക് അറ്റൻഷൻ വേണമെന്ന് തോന്നും. രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ആരോടും പറയാത്ത ഹിഡൻ പവറുണ്ട്. നിങ്ങൾ ആരെയും പെട്ടെന്ന് മറക്കുകയില്ല. നിങ്ങൾ ആരുടെ അടുത്തും പറയാത്ത പേടി എന്താണെന്നറിയുമോ? നിങ്ങളെ മാറ്റി നിർത്തുമോ എന്നൊരു പേടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിച്ച സ്വർഗത്തെ പോലെ തോന്നും, പക്ഷെ വേദനിപ്പിച്ചാലോ? അവരുടെ മിണ്ടാട്ടം അടക്കം ഒരു വേദനയായിരിക്കും. പുറത്ത് നല്ല സോഫ്റ്റായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ ഒബ്സഷൻ വളരെ കൂടുതലാണ്. അതാണ് രോഹിണി നക്ഷത്രം.